ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ ടൈലിലേക്ക് സ്വാഗതം. ഓക്കെ ഗായ്സ്, ഫൈനലി നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു ബസ് ഡ്രൈവറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഗായ്സ് ഇത്. അപ്പോൾ എന്തായാലും ഇന്ന് ആ ഒരു ആഗ്രഹം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബൊക്കെ ചെയ്തോളി. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ സ്റ്റാൻഡ് പോകണം. അതിൻ്റെ മുമ്പ് നമുക്ക് ആദ്യം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ രാവിലെ തന്നെ നീറ്റിട്ടുണ്ട്. 4 മണി ടൈമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അവിടെ പോയി ബസ് മൊത്തം ക്ലീൻ ആക്കിയിട്ട് വേണം ഇനി പോവാനേ. പിന്നെ നമ്മൾ അവിടുന്ന് പോവൽ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാവിലെ 7 മണി ടൈമിലൊക്കെയാണ്. 7 മണിയോ അഥവാ 9 മണിയോ ആണ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഒരു ദിവസത്തെ ട്രിപ്പ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ ടോട്ടലായിട്ട് ബസ് ഡ്രൈവർമാരെ ആയിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരെ സ്റ്റാൻഡിൽ പോവാം. ഇവിടെ പുതിയ തുടങ്ങിയൊരു സ്റ്റാൻഡിലേക്ക് നമ്മളിപ്പോൾ പോണത്. അവിടെയാണ് നമ്മൾ ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. എവിടെയായിരുന്നു സ്റ്റാൻഡ്? റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്താണ് എന്നോട് പറഞ്ഞത്. പക്ഷെ റെയിൽവേ സ്റ്റേഷൻ്റെ വഴി ഏതായിരുന്നു? ഓ, അത് ഇങ്ങോട്ടാ തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഗൈസ്, ഈ വീഡിയോൻ്റെ ടാർഗറ്റ് ലൈക്ക് കയറുന്നത് വെറും 400K ലൈക്കാണ്. അപ്പം എല്ലാവരും വേഗം പോലെ ലൈക്ക് അടിച്ചോളി. നിങ്ങൾക്ക് ലൈക്ക് അടിക്കാൻ ഭയങ്കര മടിയാണ് ഗൈസ്. എന്താ നിങ്ങളിങ്ങനെ വേഗം പോലെ ലൈക്ക് അടിച്ചോളി. നമുക്ക് എന്തായാലും നേരെ സ്റ്റാൻഡ് പോവാം. പിന്നെ ഗൈസ്, നമ്മൾ റെയിൽവേ സ്റ്റേഷന് മുമ്പ് തന്നെ ഒരു വലിയൊരു ബിൽഡിങ്ങും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു വില്ല പോലത്തെ സെറ്റപ്പുള്ള ബിൽഡിംഗ് ആണ്. നമുക്ക് ഇനി എന്തായാലും നേരെ സ്റ്റാൻഡ് കയറാം. ഓക്കെ, ഇതാണ് നമ്മൾ സ്റ്റാൻഡ് വരുന്നത്. നമുക്ക് കയറി വെക്കാം. ഓ, ആകെ കുറച്ച് ബസ്സുള്ളല്ലോ, ആകെ 4 ബസ്സുള്ളൂ. അതിൽ ഇടയിൽ കിടക്കുന്ന നീല ബസ്സുണ്ടാ, അതാണ് നമ്മളിത്. നമ്മളെ ബൈക്ക് എന്തായാലും നമുക്ക് ഇവിടെ ഇങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടേക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് ബസ് മൊത്തം ക്ലീൻ ആക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും ബസ് ക്ലീൻ ആക്കിയിട്ട് കാണാം. പിന്നെ ഗൈസ്, നമ്മൾ ഈ നീല ബസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നും കൂടി കമൻറ്റ് ഇട്ടോളൂ നിങ്ങളെ. അപ്പം നമുക്ക് എന്തായാലും ബസ് ക്ലീൻ ആക്കിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ ബസ്സുകളൊക്കെ മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മളെന്തായാലും ട്രിപ്പ് പോകുന്ന ടൈം ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും ഇനി നേരെ ബസ് കൊണ്ട് ഓടിച്ചിട്ടെടുക്കാം. ഓക്കെ 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 സെറ്റ് ഗൈസ്, നമുക്കെന്തായാലും ഇനി നേരെ ബസ് പോവാം. ആദ്യത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡൈനോസർ ബീച്ചോ? ആ, മനസ്സിലായി. ഈ ജിറാസിക് പാർക്കിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് എന്തായാലും നേരെ പോവുക ഗൈസ്. ഇതുവരെയായിട്ടൊരു കുട്ടി പോലും കയറിയിട്ടില്ല. നമുക്ക് എന്തായാലും ഇനി നേരെ പോവാം. ഓക്കെ സെറ്റ്. നമുക്ക് ഇനി നേരെ പറപ്പിക്കാം. അതിൻ്റെ ക്യാബിനൊക്കെ എങ്ങനെ? ഓ, ക്യാബിനൊക്കെ ഒരു സെറ്റ് ക്യാബിനാണ് കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെ വണ്ടിയിൽ ഇപ്പോൾ ഒരു 5 ആൾക്കാർ മിനിമം കയറിയിട്ടുണ്ട്. 5 ആളെ കയറിയിട്ടുള്ളൂ. ലാഭമൊന്നും നമുക്കായിട്ടില്ല. ഓക്കെ, നമുക്ക് എന്ത് നേരെ ഇനി ഡൈനോസർ ബീച്ച് എത്തിയിട്ട് കാണാം. ഗൈസ്, ഓരോരോ സ്ഥലം എത്തുമ്പോഴൊക്കെ ഓരോരോ ആൾക്കാർ കൂടുകയാണ്. ഇപ്പം തന്നെ 21 ആൾക്കാർ. വണ്ടിയിൽ 31 സീറ്റ് ഉണ്ട്. പിന്നെ കുറേ സ്പേസും ബാക്കിയുണ്ട്. ഓക്കെ, ഇപ്പം തന്നെ 21 ആൾക്കാർ. ഇനിയിപ്പം തന്നെ നേരെ ഡൈനോസർ ബീച്ച് എത്താനായിട്ടുണ്ട്. ആ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. ഈ ജിറാസിക് പാർക്കിൻ്റെ അതുവരെ ഉണ്ട് ബീച്ച്. ഈ ബസ്സാണെങ്കിൽ വേഗം വലിഞ്ഞു വരുന്നുമില്ല. ബസ്സല്ല, പറഞ്ഞ കാര്യമില്ല. പിന്നെ 21 ആൾക്കാരും ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ എന്തായാലും ഡൈനോസർ ബീച്ചിൽ ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. ആ സീബ്ര ക്രോസിൽ അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് വരുന്നത്. ഇതെവിടെ? ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നിർത്തിടാ. ഒരു കുട്ടിയെയും കാണില്ലല്ലോ ഗൈസ് ഇവിടെ. സാധാരണ ബീച്ചാകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരില്ലേ? രാവിലെ അല്ലേ. ഇവിടെ ഇറങ്ങാനുള്ളവരൊക്കെ ഇറങ്ങിക്കോളി. നമുക്ക് ഇനി എന്തായാലും അടുത്ത സ്ഥലത്ത് പോകണം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ തന്നെ ഇവിടുന്ന് നേരെ പോകണം. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ എയർപോർട്ടിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പം നമുക്ക് എന്തായാലും ഇനി നേരെ അങ്ങോട്ട് പോകണം. നമ്മളെ ഡൈനോസർ ബീച്ചിൻ്റെ അവിടെ ആകെ 3 ആൾക്കാർ ഇറങ്ങിയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി നേരെ അവിടെ എത്തണം. നമ്മളെന്തായാലും എയർപോർട്ടിൻ്റെ അവിടെ എത്തണം. ഇതുവരെയും ബീച്ചൊന്നും കഴിഞ്ഞിട്ടില്ല. ഓക്കെ ഓ ഗൈസ്, വണ്ടിയുടെ ബ്രേക്ക് പോയി. ആക്സിഡൻറ്റിൻ്റെ പവർ എനിക്ക് കൂടി നിൽക്കെടുക്കണേ. അവിടെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഷെറ്റ് ഗൈസ്, നമ്മൾ മാക്സിമം ബ്രേക്ക് പിടിക്കാൻ നോക്കട്ടെ. പക്ഷെ അതിനൊന്നും കഴിയണില്ല. അയ്യോ, എടുത്ത് ചാടമ്മക്ക് പൊന്നെ. ഓ ഗൈസ്, നമ്മളെങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ വണ്ടിയിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഗൈസ്. നമുക്കെന്തായാലും ഇവിടുന്ന് നൈസായിട്ട് മുങ്ങാം. അപ്പം എന്തായാലും ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.